Hello friends, welcome back to my channel Arraysworld. ഞാൻ ഇന്നിവിടെ വിനീഗറും ഉപ്പും ഉപയോഗിച്ചിട്ടുള്ള 5 കിച്ചൺ ടിപ്സ് ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഞാൻ വിനീഗറിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. വിനീഗർ നല്ലൊരു ഡിയോഡറൈസർ ആണ്. നമ്മുടെ വീട്ടിലുള്ള ബാഡ് സ്മെല്ലൊക്കെ ഇത് നീക്കം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇത് നമുക്ക് കുക്കിങ്ങിനായിട്ടും ബേക്കിങ്ങിനായിട്ടും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ക്ലീനിങ്ങിനും ഇത് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം കൂടെയാണ്. ഇനി അടുത്തത് ഞാൻ ഉപ്പിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഉപ്പില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണത്തിനൊന്നും ഒരു സ്വാദ് ഉണ്ടാവില്ല അല്ലേ. ഉപ്പില്ലാത്ത ഒരു ഭക്ഷണ ഐറ്റം പോലും നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ കഴിയില്ല. ഈവൻ സ്വീറ്റ്സിനടക്കം നമ്മൾ ഒരു നുള്ളു ഉപ്പെങ്കിലും നമ്മൾ ചേർക്കാറുണ്ട്. അപ്പോൾ ഉപ്പ് നമ്മുടെ നിത്യജീവിതത്തിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഞാനിനി വിനീഗറും ഉപ്പും ചേർന്നിട്ടുള്ള 5 കിച്ചൺ ടിപ്സ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. മറക്കാതെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ന്യൂ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. വീഡിയോയിലോട്ട് പോവാം. ആദ്യം നമുക്ക് പച്ചക്കറി വിനാഗിരി ഉപ്പ് ഉപയോഗിച്ച് കഴുകിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ വെജിറ്റബിൾസിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെജിറ്റബിൾസ് മുങ്ങിക്കിടക്കുന്നത് വരെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം 1 സ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആഡ് ചെയ്ത ശേഷം ഞാനിവിടെ 1 സ്പൂൺ വിനീഗർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കുറച്ച് വെജിറ്റബിൾസാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് കാരണമാണ് 1 സ്പൂൺ വിനാഗിരി എടുക്കുന്നത്. ഇപ്പോൾ നിറയെ വെജിറ്റബിൾസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് 1/4 കപ്പോ 1/2 കപ്പോ ആയിട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് സോക്ക് ചെയ്യാം. എന്നിട്ട് 1-2 മണിക്കൂറിന് ശേഷം നമുക്കിത് കഴുകിയെടുക്കാം. അപ്പോൾ അതിലുള്ള വിഷാംശങ്ങളെല്ലാം മാറി നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് പച്ചക്കറികൾ ഉപയോഗിക്കാൻ പറ്റും. ഇനി അടുത്ത ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എഗ്ഗ് ബോയിൽ ചെയ്യുന്ന ടൈമിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ടല്ലോ അല്ലേ. ആ ഉപ്പിൻ്റെ കൂടെ കുറച്ച് വിനീഗറും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് നോക്കുക. അപ്പോൾ ഈ ബോയിൽ ചെയ്ത എഗ്ഗിൻ്റെ ബാഡ് സ്മെല്ലും ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമുക്ക് ആ തോടെല്ലാം പെട്ടെന്ന് തന്നെ ബ്രേക്ക് ചെയ്ത് എടുക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. സോ ഇനി നെക്സ്റ്റ് ടൈം നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. ഇനി നെക്സ്റ്റ് നമുക്ക് ഫ്ലാസ്ക് എങ്ങനെ ക്ലീൻ ചെയ്യാന്നുള്ളതാണ്. മിക്കവാറും നമുക്ക് ഫ്ലാസ്ക് ക്ലീൻ ചെയ്യാൻ വളരെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ ഇനി ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഫ്ലാസ്ക് വളരെ പെട്ടെന്ന് തന്നെ വൃത്തിയാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് ചുടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 സ്പൂൺ വിനീഗറാണ് ഞാനിതിൽ ആഡ് ചെയ്യുന്നത്. ഇനി ഇത് നമുക്ക് ടൈറ്റായിട്ടൊന്ന് അടച്ച് വെക്കണം. അതിനുശേഷം നല്ലപോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കാം. ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞ് ആ വെള്ളം കളഞ്ഞ ശേഷം കുറച്ചുകൂടി ബോയിൽ വാട്ടർ ആഡ് ചെയ്തിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് കഴുകി ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ഫ്ലാസ്കിൻ്റെ അകത്തുള്ള കറകളും അതുപോലുള്ള ബാഡ് സ്മെല്ലൊക്കെ മാറി വൃത്തിയായി കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്ത ടിപ്സ് എന്തെന്ന് വെച്ചാൽ, നമ്മൾ ചായ കാപ്പി എല്ലാം കുടിച്ച ഗ്ലാസ്സിൽ കറകൾ ഉണ്ടാവില്ലേ. സോ അത് എങ്ങനെ നീക്കം ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ അതിന് നമ്മൾ ഈ ഉപ്പും വിനീഗറും ഓരോരോ ടീസ്പൂൺ ആഡ് ചെയ്ത ശേഷം നല്ലപോലെ കൈ കൊണ്ട് തന്നെ റബ്ബ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നമ്മുടെ ഗ്ലാസ് നല്ല ക്ലീൻ ആയിട്ട് കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്ത ടിപ്സ് എന്തെന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിലുള്ള പിച്ചള ചെമ്പ് പോലുള്ള പാത്രങ്ങൾ എങ്ങനെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാമെന്നുള്ളതാണ് ഞാനിവിടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രത്തിൽ 1 സ്പൂൺ ഉപ്പും അതുപോലെ തന്നെ 1 സ്പൂൺ വിനീഗറും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കൊരു പീസ് കോട്ടൺ എടുത്ത് ഈ മിക്സ്ചറിലോട്ട് ഡിപ്പ് ചെയ്ത ശേഷം നല്ലപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം. കുറച്ചായിട്ട് ഇതിൻ്റെ അഴുക്കെല്ലാം നല്ലപോലെ ക്ലീനായി വരുന്നുണ്ട്. നമുക്കിനി കുറച്ചുകൂടെ ഇതൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ വിളക്കിവിടെ നല്ലപോലെ ക്ലീനായി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ പുതിയതായിട്ട് വാങ്ങിച്ച പോലത്തെ ഒരു എഫക്റ്റാണുള്ളത്. സോ ഇതും കൂടെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. കൂടുതൽ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യണം. ഇനി ഇതുപോലുള്ള നല്ല കുറേ വീഡിയോസുമായി കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.